നിലനിർത്തേണ്ടതായിട്ടുള്ള അവശ്യ വസ്തുക്കൾ തടയുന്നവൻ അവൻ നമസ്കരിച്ചത് കൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ്. നമസ്കാരം ഏറെ ശേഷമുള്ള കാര്യമാണ്, ഇബാദത്തുകളൊക്കെ ശേഷമുള്ളതാണ്. പക്ഷേ സമൂഹത്തിന് നേരെ കണ്ണടച്ചുള്ള ഇബാദത്തുകൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവുകയില്ല എന്ന് ഇമാം ലൈസ് ഹജ്ജിന്റെ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു ഭാഗമാണ്. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹജ്ജിനെ നമ്മൾ സ്മരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒറ്റ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. ആദ്യത്തേതും അവസാനത്തേതുമായിട്ടുള്ള ഹജ്ജ്, ഹജ്ജത്തുൽ വിദാ എന്ന് പറയുന്ന ആ ഹജ്ജ്. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രസംഗം പ്രസംഗിക്കുകയുണ്ടായി. നാളെ അറഫയാണ്. ആ അറഫയിൽ നിന്നുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചിട്ടുള്ളത്. അന്നത്തെ വിശ്വാസ സമൂഹത്തെ സഹാബികൾ അഭിമുഖീകരിച്ചുകൊണ്ട് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രവാചകൻ ചരിത്രത്തിൽ എക്കാലത്തെയും സംഘലിപികളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ചില വാക്കുകൾ പറയുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഈ ദിവസം എന്ന് പറഞ്ഞ അറഫയാണ്. അറഫ ദുൽഹിജ്ജ 9. ആ ഒരു ദിവസത്തിന്റെ പ്രത്യേകത പോലെ, അതിന്റെ പവിത്രത പോലെ നിങ്ങളിൽ ഓരോരുത്തരുടെയും ജീവനും സ്വത്തിനും പവിത്രതയുണ്ട് എന്നുള്ളതാണ് വിശ്വാസി സമൂഹത്തോട് അവരെ മുമ്പിൽ വെച്ചാണ് പറഞ്ഞത്. കാട്ടറബി കൂട്ടമായിരുന്ന അവരോടാണ് പറഞ്ഞത്. ഒരൊട്ടകക്കാരന് വേണ്ടി 100 വർഷക്കാലം അതിലപ്പുറം യുദ്ധം ചെയ്തിട്ടുള്ള ആ സമൂഹത്തോടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയൊരു സമരാഹ്വാനം, അങ്ങനെയൊരു വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവരോട് പറഞ്ഞു, നിങ്ങളിലുള്ള പകയും വിദ്വേഷവും പ്രതികാരത്തെയും എല്ലാം തന്നെ ഞാൻ ഇന്നത്തോടുകൂടി റദ്ദാക്കുന്നു, ദുർബലപ്പെടുത്തുന്നു. ചരിത്രത്തിൽ ഇങ്ങനെയൊരു വിപ്ലവം, ഇങ്ങനെയൊരു സമര പ്രഖ്യാപനം ഒരിക്കലും തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ചരിത്രം നേരെ മുന്നോട്ട് വന്നിട്ടുണ്ട്. സമരങ്ങളും വിപ്ലവങ്ങളും വന്നിട്ടുണ്ട്. ഫ്രഞ്ച് വിപ്ലവവും ഒക്ടോബർ വിപ്ലവവും വന്നിട്ടുണ്ട്. മാനുഷികമായിട്ടുള്ള പരിഗണനകൾ അവിടെയൊക്കെ ഒട്ടുമുക്കാലും അവിടെ പരിഗണിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് അറഫയിൽ വെച്ച് നടന്നിട്ടുള്ള പ്രസംഗത്തെക്കാളും ഉപരിയായി ഒന്നുമില്ല എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രസംഗം പ്രസംഗിക്കുമ്പോൾ അവിടെ മുമ്പിലിരിക്കുന്ന സഹാബികള് അവര് പൊട്ടിക്കരഞ്ഞു എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുസമൂഹത്തോട് നടത്തുന്ന ഒരു പൊതുസമ്മേളന പരിപാടിയായിരുന്നു അത്. അതിനുശേഷം ഒരു പൊതുസമ്മേളനമോ ഒരു പൊതുപരിപാടിയോ പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു, നിങ്ങൾ സ്ത്രീകളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ അമാനത്താണ്, നിങ്ങൾക്ക് ഏൽപ്പിച്ചു വന്നിട്ടുള്ള അമാനത്ത്. അവരെ സംരക്ഷിക്കേണ്ടുന്ന ബാധ്യത നിങ്ങൾക്കുണ്ട്. മാത്രമല്ല അവർക്ക് നിങ്ങളോടും ബാധ്യതയുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരാളെ അവർ വീട്ടിൽ താമസിപ്പിക്കരുത്, വീട്ടിലോട്ട് കയറ്റരുത്. വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നാവുന്ന കാര്യങ്ങൾ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ പറയുകയുണ്ടായി. മാത്രമല്ല പലിശ ഇന്ന് ഞാൻ നിർത്തുന്നു എന്നുള്ളതാണ്. അതിനൊരു ഉദാഹരണം കൂടി പറഞ്ഞു. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ പലിശയാണ് ഞാൻ ആദ്യമായിട്ട് റദ്ദ് ചെയ്യുന്നത്. അബ്ബാസ് നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിതൃവ്യനാണ്. ആ പിതൃവ്യപുത്രൻ, ആ പിതൃവ്യന്റെ പലിശയാണ് ആദ്യമായി റദ്ദ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഏതൊരു കാര്യം പ്രഖ്യാപിക്കുമ്പോഴും അത് മറ്റുള്ളവരെ മേലല്ല പ്രഖ്യാപിക്കേണ്ടത്. ആദ്യം സ്വന്തം ജീവിതത്തിൽ, തന്റെ കുടുംബത്തിൽ, തന്റെ ആളുകൾക്കിടയിൽ ആ ഒരു വിപ്ലവം നടപ്പിലാക്കിയതിനു ശേഷം മാത്രമേ അത് ജനങ്ങളിലോട്ട് കൊടുക്കാൻ പാടുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കതിന് മാതൃക കാട്ടി തന്നിട്ടുണ്ട്. എല്ലാം സ്വന്തം ജീവിതത്തിൽ നിന്ന് തുടങ്ങുകയാണ്, അത് മറ്റുള്ളവരിലേക്ക് പിന്നീട് വ്യാപിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയില്ല. വളരെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടുന്ന കുറച്ച് കാര്യം കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തറക്തു ഫീക്കും, ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു. നമുക്കെല്ലാവരും നമ്മൾ സാധാരണ കേൾക്കാറുള്ള കാര്യമാണ്. ഇത് ഹജ്ജത്തുൽ വിദായിൽ പറഞ്ഞതാണ്. തറക്തു ഫീക്കും, ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു. അമ്രൈ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു. ലൻ തളില്ല, നിങ്ങൾ വൈപിയച്ചു പോവുകയില്ല. മാ തമസ്സക്തും ബിഹിമാ, അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ വൈപിയച്ചു പോവുകയില്ല. ഏതാണ് രണ്ട് കാര്യങ്ങൾ? കിതാബ് അല്ലാഹി വസുന്നത്ത് നബിഹി, അള്ളാഹുവിന്റെ കിതാബും അള്ളാഹുവിന്റെ ഗ്രന്ഥം ഖുർആനും സുന്നത്ത് നബിഹി, അവന്റെ ചര്യയുമാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. ഇതാണ് സമൂഹം മനസ്സിലാക്കേണ്ടത്.
ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുക എന്നൊരു കൂട്ടർ പറയുമ്പോൾ അതൊരു പുത്തൻവാദമല്ല. അത് 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രവാചകൻ, നമ്മുടെ സയ്യിദായിട്ടുള്ള പ്രവാചകൻ ലക്ഷോപലക്ഷം ജനങ്ങളോട് പറഞ്ഞ് അന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതാകണം നമ്മുടെ അവലംബം, ഖുർആനും സുന്നത്തും. അതാകണം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിനായി അവസാനമായി പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യം. തന്റെ ഉമ്മത്തിനോട് അവസാനമായി പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യം, നിങ്ങൾ പേച്ചു പോകില്ല. ഈ 2 കാര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ പേച്ചു പോവുകയില്ല. മറ്റുള്ള ഒന്നും തന്നെ നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിലും ഈ 2 കാര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ, ഒരിക്കലും നിങ്ങൾ പിഴച്ചു പോവുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. അവസാനമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ആ ഖുത്ബയിൽ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളിൽ ഹാജരുള്ളവൻ ഇത് ഹാജരില്ലാത്തവർക്ക് എത്തിച്ചു കൊള്ളട്ടെ എന്നുള്ളതാണ്. സഹാബികളെ നോക്കിയാണ് പറഞ്ഞത്. മുമ്പിലിരിക്കുന്ന സഹാബികൾ കാലമേറെ കഴിഞ്ഞു. ഇന്ന് സഹാബികളില്ല, താബികളില്ല, താബികളുമില്ല. ഇന്ന് നമ്മളാണുള്ളത്. അവസാന കാലത്ത് വന്നിട്ടുള്ള നമ്മൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചവറുകൾ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള നമ്മൾ, നാം ആലോചിച്ചു നോക്കുക, നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു. അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുമ്പിൽ അധ്യാപനം നേടിയിട്ടുള്ള, അധ്യാപനം നടത്തുന്നുള്ള ഒരാളും തന്നെ അവരിൽ ആലിമുണ്ടായിരുന്നില്ല, അവരിൽ പണ്ഡിതന്മാരുണ്ടായിരുന്നില്ല, അവരിൽ സാധാരണക്കാരുണ്ടായിരുന്നില്ല. അവരെല്ലാം സമന്മാരായിരുന്നു. എന്ന് മുതലാണ് ഇസ്ലാമിൽ പണ്ഡിതന്മാരും പാമരന്മാരും ഉണ്ടായി തീർന്നിട്ടുള്ളത്. ഇസ്ലാമിക പ്രബോധനം പണ്ഡിതന്മാരുടെ അവകാശമാണ്, അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തമാണ് എന്ന് ആരാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്? ഇസ്ലാമിൽ പണ്ഡിതനുമില്ല, പാമരനുമില്ല. ഇസ്ലാമിൽ എല്ലാവരും തുല്യമാണ് എന്നുള്ളതാണ്. അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സമത്വസുന്ദരമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളതാണ്. ഇസ്ലാമിൽ പണ്ഡിതനില്ല, പാമരനില്ല എന്നതിന്റെ അർത്ഥം എല്ലാവരും മതപരമായിട്ടുള്ള അറിവ് നേടൽ നിർബന്ധമാണ് എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് പഠിപ്പിച്ചു വന്നിട്ടുള്ളത്. സഹാബികൾ അതാണ് ജീവിതത്തിൽ പകർത്തിയിട്ടുള്ളത്. അല്ലാതെ ഒരു കൂട്ടം ആളുകള് ഇൽമു പഠിക്കുകയും അത് സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക, മറ്റുള്ളവരെന്നും ഏത് കാലത്തും പാമരന്മാരായി കഴിയുക, ഇത് ഇസ്ലാം മതമല്ല, ഇത് മറ്റു മതമാണ്. പാതിരിമാരും പുരോഹിതന്മാരും മതത്തില് പുതുതായിട്ട് പല കാര്യങ്ങളും ഉണ്ടാക്കും. അത് ജനങ്ങൾക്ക് മേൽ വെച്ചുകെട്ടും. ജനങ്ങളെ അത് ചോദ്യം ചെയ്യുവാനോ ഒന്നും സാധ്യമല്ലാത്ത, കേവലം അനുസരിക്കുന്ന മൃഗങ്ങളെപ്പോലെ തരംതാണു പോകുന്ന ഒരവസ്ഥാവിശേഷം, ഈ അവസ്ഥാവിശേഷം, ഈ പൗരോഹിത്യം ഒരിക്കലും തന്നെ ഇസ്ലാമിൽ വരാൻ പാടില്ല എന്നുള്ളതാണ്. ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ അവർക്ക് സമത്വമുണ്ട്. അവരെല്ലാവരും തുല്യരാണ്. അവരുടെ മേൽ ബാധ്യതയാണ് ഈ ഇസ്ലാം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മൾ 2 ആളുകൾ കൂടുമ്പോൾ, അതൊരു അമുസ്ലിം സുഹൃത്തായിക്കോട്ടെ, നമുക്ക് സംസാരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ്. നമ്മൾ രാഷ്ട്രീയം പറയാറുണ്ട്, കാലാവസ്ഥ, മഴയെ പറ്റി പറയാറുണ്ട്, വെയിലിനെ പറ്റി പറയാറുണ്ട്. ഈ ആകാശത്തിന് ചുവടെയുള്ള എല്ലാ കാര്യവും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കുക, നാം പ്രതിനിധാനം ചെയ്യുന്ന, നാം ഉറച്ചു വിശ്വസിക്കുന്ന, നമ്മൾ എല്ലാറ്റിനേക്കാളും ഇഷ്ടപ്പെടുന്ന നമ്മുടെ ആദർശമുണ്ടല്ലോ, ഇസ്ലാം എന്ന് പറയുന്ന ആദർശം. ആ ഒരു ആദർശം അവരുടെ മുമ്പിൽ പറയാൻ നമുക്ക് നാണമാണ്, നമുക്ക് ലജ്ജയാണ്. അവരെന്നെ പറ്റി എന്ത് കരുതും? എന്നെ ഒരു തീവ്രവാദിയായി കാണുമോ? അങ്ങനെയാണ് തീവ്രവാദമെങ്കിൽ, ഇസ്ലാമിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കലാണ് തീവ്രവാദമെങ്കിൽ, ആ തീവ്രവാദമാണ് നിർബന്ധമായിട്ടുള്ളത് മുസ്ലിങ്ങളുടെ മേൽ. തീവ്രവാദം നമ്മൾ പത്രത്തിൽ വായിക്കുന്നതാണ്, അതൊരു കാര്യമാണ്. ഭീകരവാദം നമ്മൾ പത്രത്തിൽ വായിക്കുന്നതാണ്. തന്റെ മതം അതാണ് എല്ലാറ്റിനേക്കാളും ഉപരിയായ മതം എന്ന് വിശ്വസിക്കുന്നതാണ് ഭീകരവാദമെങ്കിൽ, ആ ഭീകരവാദം മുസൽമാന് നിർബന്ധമാണ് എന്നുള്ളതാണ്. പുറത്ത് പലരും